ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട്, ചെയിൻ ലൂസ് ഉണ്ട്, നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്, സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം. പിന്നെ ലേഡീസ് ഹാൻഡിൽ സെറ്റിങ്ങിന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ചെയിൻ നല്ല രീതിയിൽ ലൂസ് ഉണ്ട്, ചെയിൻ നല്ലവണ്ണം അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ കോൺസെപ്റ്റും നല്ല രീതിയിൽ ലൂസായിട്ട് ചെറിയൊരു കട്ടറി ചാടിയ പോലും നല്ലോണം അടിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കോൺസെപ്റ്റ് നമ്മൾ കയറ്റി ടൈറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല, ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. പിന്നെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ വലിയ പഴക്കമായിട്ടില്ല, നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ആക്കാം. കമ്പനി ലൈനറിനകത്ത് കിടക്കണം കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്തിടാം. ബാക്ക് ടയറൊക്കെ ആയാലും പുതിയ ടയർ അടക്കണേ. ഹബിനായാലും വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യണം, നല്ല രീതിയിൽ ലൂസാണ്. അപ്പോൾ മാക്സിമം നമുക്ക് ഈ ഒരൊറ്റ ടൈറ്റിങ് കൂടെ കിട്ടുള്ളൂ, കാരണം ഏറെക്കുറെ പകുതി കഴിഞ്ഞ് നിൽക്കണേ. എന്തായാലും തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ അഴിച്ച് മാറ്റുന്നുണ്ട്. അല്ല, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്, മാറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്ത് തരാം, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കേജ് ഉണ്ട്, അത് നമുക്ക് അതിൻ്റെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ആയേക്കണതാണ് റൈറ്റ് സൈഡിലത്തെ. അപ്പോൾ അതൊന്ന് ഗ്യാസ്കറ്റ്, രണ്ട് സൈഡിലത്തെ ഗ്യാസ്കറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്ന ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.22. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് കേട്ടോ. കുറച്ച് കാർബൺ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വർക്കായിട്ട് ചെയ്യേണ്ടതായിട്ട് തന്നെ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് തീരുള്ളൂ കേട്ടോ. വാഷിങ്ങും കൂടി ഉണ്ട്, അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണേ. എന്തായാലും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ.